യു പിയിൽ എന്താ സംഭവിച്ചത്? ആ ഗതികേടുണ്ടായിരിക്കാൻ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിന് മുമ്പ് ആ മേഖലയിൽ ബന്ധമുള്ള ജനബന്ധമുള്ള ജനങ്ങളുടെ അംഗീകാരമുള്ള ആളെ പിടിച്ചു നിർത്തണം. കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത ആളെ പിടികൊണ്ട് സ്ഥാനാർത്ഥി ഇട്ട് എന്ത് ചെയ്യും? ഉദാഹരണം പറഞ്ഞാൽ പത്തനംതിട്ട. ഉദാഹരണമൊന്നും ഞാൻ പറയുന്നില്ല. ആ ഉദാഹരണം പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട താഴെ പോയി സമ്മതിച്ചു. ഞാൻ ഉദാഹരണം ചെയ്യുന്ന പൂഞ്ഞാർ MLA എന്നതിലും ഞാൻ ജോലി ചെയ്യുന്ന തെറനാട് പഞ്ചായത്ത് ഈ അനിലാണ് 2ാം സ്ഥാനത്ത്. അവിടെ കണ്ടിട്ടുള്ള ജനവിൽ എന്നിട്ട് 2ാം സ്ഥാനത്ത് വരുത്തി. പൂഞ്ഞാർ 1ാം സ്ഥാനത്ത്, നമ്മൾ പൂഞ്ഞാർ തെക്കക്കര 2ാം സ്ഥാനത്താണ്, തീക്കോയി 2ാം സ്ഥാനത്താണ്. ആ നിലയിലേക്ക് ഈ മേഖല ഉയർത്താൻ നമുക്ക് പറ്റി. പക്ഷേ മുണ്ടക്കൈ ഉൾപ്പെടെ ആ മേഖല മുഴുവൻ തകർന്നു പോയി. കാരണം സ്ഥാനാർത്ഥിയായിട്ട് ബന്ധമില്ല. ഈ ഇവിടെ ജയിച്ച ആൻഡോ 3 പ്രാവശ്യം MA ആയിരുന്നവന്. അയാൾ വ്യക്തിപരമായിട്ട് ഈ പൂഞ്ഞാറ് മേഖല അയാൾ ബന്ധപ്പെടാത്ത ഒരു വീടില്ല. സ്വാഭാവികമായിട്ട് ഇത്രയും വലിയ വിജയം പോരാ ഇപ്പോഴത്തെ നില. കാരണം ഐസക്ക് CPMൻ്റെ ഐസക്ക്, CPMകാർക്ക് തന്നെ ഇഷ്ടമില്ലാത്ത ഒരു ഐസക്ക് പ്രത്യേകിച്ച് ആലപ്പുഴക്കാർക്ക് ഈ നാടുമായിട്ട് ബന്ധമില്ല. പക്ഷേ ബുദ്ധിയും മാന്യനുമാണ്, അതിനൊന്നും തർക്കമില്ല. പക്ഷേ ഐസക്ക് ഒരു കാൻഡിഡേറ്റ് എന്ന നിലയിൽ പത്തനംതിട്ട വിജയമായിരുന്നില്ല. ആ നിലയ്ക്ക് ഈ അനിൽ മൊത്തം എല്ലായിടത്തും കുറഞ്ഞിട്ടുണ്ട്. ഈ സുരേന്ദ്രൻ 3 ലക്ഷം പിടിച്ചു, സംസ്ഥാനത്തൊട്ട് ഇപ്പം ആലത്തൂരൊക്കെ കണക്കെടുത്ത 1 ലക്ഷം വോട്ട് പുതിയൊരാളായിട്ട് പോലും TN സരസ്വതിന് പിടിച്ചു. ഞാൻ പറയാം, ജയിക്കേണ്ട സീറ്റാണ് പത്തനംതിട്ട. കഴിഞ്ഞ സുരേന്ദ്രന് കിട്ടി വോട്ടെന്ന് പറഞ്ഞാൽ വേറെ പറയുന്നത് ശബരിമല ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പം ശബരിമല ഇല്ലെങ്കിൽ പോലും മുന്നേറിയിട്ടുണ്ട്. ആ മുന്നേറ്റം നമുക്ക് ഉണ്ടാകേണ്ടതായിരുന്നു. എൻ്റെ ഈ മേഖലയെ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് പറ്റി, മറ്റുള്ള മേഖലയെ തകർന്നു പോയി. ഇവിടെ ഒരു 3000 വോട്ട് സുരേന്ദ്രന് കിട്ടിയതെന്ന് കുറഞ്ഞിട്ടുണ്ട്, 27,000 എത്തിയിട്ടുള്ളൂ. അത് ശരിയാന്നേ. പക്ഷെ ഞാൻ പറഞ്ഞ നമ്മുടെ ഉൾപ്പെട്ട മേഖലയാണ് പറഞ്ഞു. ഇപ്പം ഈ പൂഞ്ഞാറ്, എൻ്റെ ഈ വീടിരിക്കുന്ന തൊട്ടപ്പുറത്തായി പൂഞ്ഞാറ്, അവിടെ 1ാം സ്ഥാനത്ത് വന്നു. ഈ അനിൽ ആന്റണി അല്ലായിരുന്നുവെങ്കിൽ ഇപ്പം ശ്രീധരൻ പിള്ളയുടെ പേരിടയ്ക്ക് കേട്ടിരുന്നു, PC താങ്കളുടെ പേര് കേട്ടിരുന്നു. ഇവിടെ ഒരു അട്ടിമറി സാധ്യമായിരുന്നോ? ഈ അനിൽ ആന്റണി നല്ലൊരു ചെറുപ്പക്കാരനാണ്, അറിവുള്ളവനാണ്, വിവരമുള്ളവനാണ്. പക്ഷേ അനിൽ ആന്റണിയെപ്പറ്റി ജനങ്ങൾക്കറിയില്ല, കേരളമായിട്ടൊരു ബന്ധമില്ല. മുകളിൽ നിന്നിങ്ങനെ കെട്ടിയിറക്കിയ ഒരു സ്ഥാനാർത്ഥി എന്നാണ് പേരുദോഷം വന്നത്. അത് മാറ്റിയെടുക്കാൻ തന്നെ നമുക്ക് സമയം കിട്ടിയില്ല. പിന്നെ ഒരു മനുഷ്യനും അറിയില്ല, മലയാളം നല്ലോണം പ്രസംഗിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് കഴിഞ്ഞ നടന്ന സുരേന്ദ്രൻ തന്നെ അങ്ങ് നിന്നായി ജയിച്ചേനെ ഇത്തവണ. ഈ PC വേണമെന്നൊന്നുമില്ല, സുരേന്ദ്രൻ തന്നെ ജയിച്ചേനെ. താങ്കൾ നിന്നാലും ജയിക്കും എന്നൊരു പോട്ടെ, ഞാൻ നിന്നില്ലല്ലോ. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പോട്ടെന്ന് ഞാൻ പറഞ്ഞ സുരേന്ദ്രൻ എന്നാ ജയിച്ചേനെ, ശ്രീധരൻപിള്ള എന്നാ ജയിച്ചേനെ, ഒരു സംശയം വേണ്ട. ഈ പെട്ടെന്ന് ആളുകളെ കെട്ടിയിറക്കുന്നത് ഇനിയെങ്കിലും മാറ്റണം എന്നൊരു അഭിപ്രായം ഉണ്ട്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥി നിശ്ചയിക്കുമ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അതിൻ്റേതായ മാന്യത നിലനിർത്തിയില്ലെങ്കിൽ അപകടം ഉണ്ടാവും. UP ഉണ്ടായ എന്താ? അത് തന്നെയാണ് ഇപ്പോൾ പത്തനംതിട്ട. ഈസി ആയിട്ട് UDFൻ്റെ BJPക്കും NDAക്കും കിട്ടേണ്ട സീറ്റാണ് കൊണ്ടുപോയി നശിപ്പിച്ചിരിക്കുന്നത്. പിന്നെ NDA എന്ന് പറഞ്ഞ പല ആരുണ്ട്. NDA എന്ന് പറഞ്ഞ് വോട്ടുള്ള ആരുണ്ട്? BJP വല്ലവരുണ്ടോ? ഒന്ന് പറയുന്നുണ്ടോ? എനിക്ക് ചിരി വരുന്നു, ഞാൻ പറയുന്നില്ല.